വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 സ്റ്റെപ്പ് ഫേഷ്യലാണ്. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യാനായിട്ട് സമയമില്ല, പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് സമയമില്ല, ഇല്ലെങ്കിൽ ഒരു DIY ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാനും സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ഫേസ് സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് കയ്യിലില്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴ മുറിച്ചിട്ട് അതിൽ നിന്ന് ജെല്ലെടുത്തിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അളവൊന്നും പറയുന്നില്ല, നമുക്കറിയാലോ ഒരു സ്ക്രബിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഏതൊരു സ്കിൻ ടൈപ്പ് ആയിരിക്കും സ്യൂട്ട് ആവും കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് നോർമൽ, കോമ്പിനേഷൻ, ഓയിലി, ഡ്രൈ എന്ത് ആയിക്കോട്ടെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്നൊരു സ്ക്രബാണ് കേട്ടോ അത്. ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ 2 കൈയിലെയും 4 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്രബ് ചെയ്യുക. വളരെ ജെൻറ്റിലായിട്ട് വേണം കേട്ടോ. ഒട്ടും ഹാർഷായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫേസിൽ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് പതുക്കെ വേണം സ്ക്രബ് ചെയ്യാൻ. ഇതുപോലെ സർക്കുലാർ മോഷനിൽ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മൂക്കിൻ്റെ അവിടെയും കവിളിൻ്റെ അവിടെയും നെറ്റിയുടെ ഭാഗത്തും പിന്നെ താടിയുടെ ഭാഗത്തും ലിപ്സിന് ചുറ്റുള്ള ഏരിയയിലും വേണമെങ്കിൽ ലിപ്സിലും നമുക്ക് സ്ക്രബ് ചെയ്യാം. കാരണം ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നുമില്ല, ലിപ്സിനെ ഹാം ചെയ്യുന്ന ഒന്നും തന്നെ ഇതിലില്ലല്ലോ. അപ്പോൾ നമുക്ക് ലിപ്സിലും അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്
എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ഞാൻ സാധാരണ ഫേസ് പാക്കും ഇതുപോലത്തെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യാറ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഇവിടെ കഴിയാണ് കേട്ടോ. ഫേഷ്യൽ ഇത്രയേ ഉള്ളൂ, രണ്ട് സ്റ്റെപ്പുള്ളൂ, ഈസി അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.